ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമ്മ ഇങ്ങോട്ട് പോകണേ? ടാറ്റ പോവാണോ? കഴിഞ്ഞ ദിവസം ഞങ്ങൾ ടാറ്റ പോകാനെന്നും പറഞ്ഞ അമ്മേനെ പറ്റിച്ചു. അമ്മ ഞാനിങ്ങനെ കൂടിയിട്ട് ആശുപത്രി പോകേണ്ടി വന്നു. അച്ഛൻ വരില്ലല്ലോ, അപ്പം വന്നില്ല. അപ്പൻ അങ്ങനെ ഒരു സംഭവം ഉണ്ട്, അത് അങ്ങനെയൊന്നും വരില്ല. അപ്പൊ ഇന്നപ്പോ അമ്മച്ചിയുടെ അമ്മയുടെ വീട്ടിൽ പോയി. അമ്മ തുണി എടുത്തോ? പിന്നെ എന്തിനാ പോണേ? അത് ഓണത്തിന് കൊടുക്കാൻ വേണ്ടിട്ട് ഒരു തുണി മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അമ്മയുടെ അമ്മയ്ക്ക്. അത് കൊടുക്കാൻ പറ്റിയില്ല, നമുക്ക് പോകാൻ പറ്റിയില്ലല്ലോ, പടയിൽ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് കൊണ്ടേ കൊടുക്കാനും പിന്നെ ചുമ്മാ വീഡിയോ എടുക്കാനും ഒരു അതവിടെ ഞാനെടുത്ത് നല്ല പടിയൊക്കെ. അപ്പൊ മകള് വീട് അപ്പൊ വെറുതെ ഒന്ന് അവിടെയൊക്കെ പോയി ഞാൻ അമ്മയുടെ വീടൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അമ്മേനെ കാണിച്ചു തരാം. അപ്പൊ അതിന് വേണ്ടിട്ട് ഞങ്ങൾ പോവാം ബാ. ഞങ്ങൾ ടാറ്റ പോട്ടെ, പോണ വഴിക്ക് കാണാട്ടോ. എങ്ങോട്ടെ ഒന്ന് കയറണേ? പോട്ടെ, വണ്ടി പോട്ടെ. ഇത് എന്നത് പൊട്ടരാം. ചേട്ടാ ആണോ? വരണ്ട. ഈ മഴയൊന്നും മാറുമായിരുന്നെങ്കിൽ ഇത് ചെയ്യായിരുന്നില്ല. എങ്ങനെയുണ്ട് അമ്മയുടെ സാരി ഡ്രോപ്പിങ്? ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും. ഒന്ന് കാണിച്ചാൽ അമ്മയുടെ സാരി. ബ്യൂട്ടിഫുൾ ആയിട്ടോട്ടെ. കേട്ടോ എന്റെ ഡ്രസ്സ് ഇത് ഇന്നലെ അമ്മ മേടിച്ചു തന്നതാ. അനില് മേടിച്ചത്. സോറേ. അപ്പൊ നമുക്ക് പോവാം. അപ്പൊ നമുക്ക് ഇനി ചെന്നിട്ട് കാണട്ടെ. എന്ത് കുഞ്ഞാവ് ചേട്ടായിക്ക് കൊടുത്ത സമ്മാനം എനിക്കാ? ഇവ നിക്കറിടാണ്ട് എങ്ങോട്ടാ പോണേട്ടാ? നീ എങ്ങോട്ടാ പോണേ? ഇവിടെ വേണം. അവിടെ കൊച്ചി പോയിട്ട് കുഞ്ഞൻ അവരവിടെ ഇവിടെ ഓടിച്ചോണ്ടിരിക്കും അവിടെ ഇട്ട്. അപ്പൊ നമുക്ക് പോണ വഴി കാണാം കേട്ടോ. അമ്മ നമുക്ക് എന്തെങ്കിലും പറയണ്ടോ? ജലദോഷം പനിയൊന്നും അറിയില്ല. നമ്മുടെ അടുത്തൊന്ന് പോയേക്കാന്ന് വെച്ചാൽ ഒത്തിരി ആയി പോയിട്ട്. എന്റെ ചുണ്ടൊക്കെ ഒന്ന് സെറ്റായില്ലേ? ചുണ്ട് സെറ്റായില്ലേ? എല്ലാം ഇനി സെറ്റ് ആയിക്കോളൂ. അപ്പൊ നമുക്ക് പോണ വഴിക്കാ കേട്ടോ. ഒന്ന് വരാവോ? ഓ ഇത് ഇത് ജാമ്പോലിന്റെ കാലത്തുള്ള വണ്ടി എന്ന് തോന്നുന്നു. ഇത് ഇന്നങ്ങ് വരുമോ? വേവാ. രാവിലെ 8 മണിക്ക് പോണെന്ന് പറഞ്ഞ സമയം 11. എന്ത് പണി? ഓടെ ഞാൻ ബാക്കി കൂടെ പോവാം, അല്ലെങ്കിൽ ശരിയാവൂല. ഇതൊന്നും നടക്കൂല. ഇത് ഞാൻ ഫ്രണ്ടിൽ പോകുന്നതനുസരിച്ച് ഇത് വലിയ ബൈക്കിലോട്ട്. ഇതാന്നാ ആ കവറിങ് നേരെ സത്യം പറ. അത് ഞാൻ പിടിക്കാൻ വേണ്ടിട്ടുള്ള ഡയലോഗ് അടിച്ചാലേ അതാ. എന്നിട്ട് അപ്പം മുന്നേ വിട്ടുപോകും. എന്നാ ഒരു സീനാണ്. ഇതുണ്ടാവും എന്നെ മേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാണേ. പക്ഷെ പിടിക്കേണ്ട ഒരു കടമ നമുക്കുണ്ട് ഇല്ലമ്മേ? ഇത് അമ്മ ഇത് എന്നെ വലിച്ചു പറിക്കണേ എന്നോ തന്നെ. നമ്മള് വാടകയ്ക്ക് താമസിച്ചോണ്ടിരുന്ന വീട്, നമ്മള് വീട് പണിത സമയത്ത് ഒറ്റ വർഷം മറ്റേ താമസിച്ചോണ്ട് വീടല്ലേ ഈ വീടല്ലേ? ഇപ്പൊ ഇവിടെ ആളില്ലല്ലോ. ആ ചെറുക്കൻ UK കണ്ടല്ലേ? ആണോ? പിന്നെ അവരുടെ ഫാമിലി ഫുള്ളും നമ്മുടെ സിറ്റി ഭാഗത്താണ് താമസിക്കുന്നത്. ഇവിടുന്നുള്ള ആളുകളൊക്കെ കുറെ പേര് കയറി സിറ്റിയിലോട്ട് പോയില്ലേ? എല്ലാരും തന്നെ പോയി. കുറെ പേര് സിറ്റിയിലോട്ട് പോയി. അനുഗ്രഹിച്ചാൽ നമ്മളും പോകും. എങ്ങോട്ടാ പോണേ? എങ്ങോട്ടേലും പോണം. എങ്ങോട്ടല്ലോ? ദുബായിക്ക് പോയല്ലോ. ദുബായ് ഞങ്ങളുടെ ഒരു വീക്കെൻഡ് സ്റ്റഡി ഗൈസ്. വേഗം വരൂ. ഞങ്ങൾ നടന്ന് മുകളിലെത്തിട്ടോ. ഇനി ഇവിടുന്ന് കുറച്ചും കൂടെ ഉള്ളു വണ്ടിയുടെ അടുത്തോട്ട്. അതെന്താ സ്പീഡിൽ നിന്ന് വരാൻ പാടില്ലാത്ത? ചാടി ഇങ്ങ് പോരണേ, ചാടി. ഇതാണ് ഒരു കയറ്റം, വലിയൊരു കയറ്റം കഴിഞ്ഞാ മതിയായ ഒരു ഇറക്കം അല്ലേ മേ? പണി കിട്ടിയോ? പെട്ടെന്ന് പണി കിട്ടുമോ അവര്? നാളെ ഉള്ളൂന്നാ? അത് കുഴപ്പമില്ല, നമുക്ക് ചെന്നിട്ട് വിളിക്കാം. നമ്മളുടെ ഉദ്ദേശം ഇത് കൊടുക്കുക, തിരിച്ചു പോരാ. നമുക്ക് വന്നിട്ട് പണിയുണ്ടെന്നല്ലേ പറഞ്ഞേ? എന്താന്ന് അമ്മക്ക് വരാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ നമ്മൾ ഓണത്തിന് എന്നായിരുന്നു, നമ്മൾ എന്നാ പരിപാടിയിലായിരുന്നു? അമ്മ തിരക്കിലല്ലായിരുന്നോ? അമ്മക്ക് കടയിലല്ലായിരുന്നു. അപ്പൊ നമുക്ക് ഇനി വണ്ടിയുടെ അടുത്ത് വന്നിട്ട് കാണാം കേട്ടോ. പിന്നെ പോകണ്ടേ? വാ വേമാ ഓടി വാ.
എന്നെ ചെയ്യാനെന്ന് പറ കടയിൽ വിട്ടതാ. അപ്പൊ കടയിൽ പണിയില്ലാന്ന് പറഞ്ഞു പോയത്. എന്നിട്ട് പിന്നെ എന്തേ കടയിൽ കയറിയിരിക്കണം. ബോർഡുണ്ട് ഇപ്പൊ വരുമായിരിക്കും. ഞാനിങ്ങനെ ഇങ്ങനെ വന്നിരിക്കുകയാണ് വണ്ടിക്കകത്ത്. അപ്പൊ ഇനിയിപ്പം അമ്മ വന്നിട്ട് പോണം. പിന്നെ പണിക്കൻകുടിയിലൊക്കെ ആരെങ്കിലും കൊണ്ടുവന്നുണ്ടെങ്കിൽ ചുമ്മാ ഒരു എന്തെങ്കിലുമൊക്കെ ഞാൻ ഞങ്ങളുടെ വീട് പണിക്കൂടിയാണ് അല്ലെങ്കിൽ ഇതൊന്നും പറഞ്ഞത് കേട്ടോ. അപ്പൊ അമ്മ ഒറ്റ കാണാട്ടോ. പോകാം. വേറെ ആ കവറെന്തി ഇങ്ങോട്ട് കയറി ഇപ്പുറത്തോട്ട് വാ. ആ കവറിങ്ങ ഇതെന്നെ വേറെ എന്നെ മേടിച്ചേക്കണേ. ഏതാണ്ടൊക്കെ മേടിച്ചിട്ടുണ്ടല്ലോ. ഓ അമ്മയോടുള്ള ഒരു സ്നേഹം. പാം ക്ലാസ് ആത്തിരണ ഏസിരണോ? അയ്യോ ഏസിന്ന് കേക്കണ എനിക്ക് പേടിയാ. ആണോ? എന്റെ ചുമയും ജലദോഷമൊക്കെ ഒന്ന് കുറഞ്ഞോളൂ. പോവാന്നാ? എനിക്കിപ്പോ ബാഗ് വരും. ആര് ബാഗ്? ഞാന് ഓൺലൈനിൽ നിന്ന് ഓർഡർ. അയ്യോ അതെ ചേട്ടാ ഇതെന്നതാ? റേച്ചേട്ടൻ ഇന്ന് മറ്റേ മാങ്കോസ്റ്റി കൊണ്ടുവരുന്നത് എനിക്ക് തരാറുണ്ട്. റേച്ചേട്ടനാട്ടോ ഞങ്ങളുടെ മാങ്കോസ്റ്റി. ഞാൻ കടിച്ചത് മാങ്കോസ്റ്റി. ഇതെന്നത്? അതാ റേച്ചേട്ടൻ നിന്നെ കൊണ്ട് ഒന്ന് അറിഞ്ഞു. റേച്ചേട്ടനെ അത് തിന്നാൻ വെച്ചതായിരുന്നു മാങ്കോസ്റ്റി. ഇതെനിക്കല്ലേ? കൊച്ചിന് കൊണ്ട് തന്നോ? അമ്മണിയമ്മയ്ക്കല്ലേ? കൊച്ചിന് തന്നോ? ഓർമ്മ അമ്മണിയമ്മയ്ക്കും കൊടുത്തേക്കാം. ആ ശരി. ആ ചേട്ടന്റെ രണ്ട് അമ്മണിയമ്മയ്ക്ക് കൊടുത്തു. ഞാൻ ഇന്നലെ വീട്ടിലുണ്ടായത്. അപ്പൊ കൊച്ചുകൂടി ഉണ്ടെന്ന് പറഞ്ഞപ്പോ കൊച്ചിന് തന്നു. പുള്ളി മാങ്കോസ്റ്റിന്റെ ആളാ. ശരി പോവാം. ചെന്നിട്ട് കാണാം. കഴിക്കാൻ കൊണ്ടുവന്ന പഴം എടുക്കാതെ തന്നു. എന്ത് കോയാലിപ്പഴം എട്ടപ്പഴം. കൈ പിടിച്ചോ. പോവാം. കറങ്ങാനാന്നും പറഞ്ഞു പോന്നേ. ഇന്ന് പോന്നെ അല്ല കഴിഞ്ഞ ദിവസം കറങ്ങാനാന്നും പറഞ്ഞു പോകുന്നത് നമുക്ക് പോകാൻ പറ്റിയില്ലല്ലോ. അതുകൊണ്ടാണ് ഇന്ന് അമ്മ അടിയത്. ഇന്ന് ലീവ്. ഇനിയിപ്പോ ഇതുപോലെ ലീവ് കിട്ടുമോ? ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ലീവ് ചോദിച്ചപ്പോഴും തന്നല്ലോ. ഇന്നത്തെ 2-3 പേര് ലീവ് ഉണ്ട്. 3 പേരാ? ദീപാന്ന് പറഞ്ഞൊരു കൊച്ചു, സുനി, ഞാന്. ഇത് എന്നാ തിരക്കുണ്ട് അവിടെ? ഞായറാഴ്ച ഓണത്തിന്റെ ഇതങ്ങ് തീർന്നപ്പോ നമുക്ക് അത്യാവശ്യം വേണ്ടവർക്ക് ലീവ് എടുക്കാം. അത് കഴിഞ്ഞാ പിന്നെ ലീവ് എടുക്കാൻ പറ്റിയല്ലോ. നല്ലതാണ്. നമ്മള് പോയിക്കൊണ്ടിരിക്കട്ടോ. നമ്മളിത് ചിന്നാർ. ഇവിടെ ഒരു കലക്കം. അത് ഡാമാണോ മേത്? അപ്പുറത്തെ അല്ല ഈ താഴെ കാണേ? അവിടെയല്ല, പുതിയ ഡാമുള്ളത് അങ്ങേറ്റോ. നമ്മളെ അമ്മച്ചിന്റെ വീട്ടിലോട്ടാട്ടോ പോണേ. നമ്മുടെ വീട് കണ്ടിട്ടുണ്ടാവില്ലായിരിക്കും. നമുക്ക് കാണാവേ. ഇതാണ് ചിന്നാർ. ഇവിടെ സാധാരണ ഇവിടെ നല്ല വെള്ളം ഉണ്ടാവാറില്ലേ? നല്ല വെള്ളം ഉണ്ടാവാറില്ലേ? അപ്പൊ നമുക്കിനി ചെന്നിട്ട് കാണാം. അല്ല നമ്മളിത് പണിക്കൻകുടിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. പണിക്കൻകുടി ഈ കയറ്റം കയറി ചെന്നല്ലേ പണിക്കൻകുടി? ആണമ്മേ? അങ്ങനെ അമ്മ എത്ര ആളെ വീട്ടിൽ വന്നിട്ട്? 3-4 മാസമായോ? അപ്പൊ 3-5 മാസമായിട്ടോ അമ്മച്ചി വന്നിട്ട്. ആ പാറയായിട്ട് അമ്മയ്ക്ക് തന്നെ ബന്ധം? ഞാനവിടെ ആടിനെ വെച്ചിട്ട് വളർത്തോട്ടൊക്കെ ഇരുന്ന്. ആടിനെയാ? ആടുണ്ടായിരുന്നു 5-6 ആടുണ്ട്. അതിന് കുഞ്ഞുങ്ങളും ഒക്കെ. എന്നിട്ട് രാവിലെ സ്കൂളിൽ പോകുന്ന സമയത്ത് ആടിനെ അവിടെ കൊണ്ടുവന്ന് വിടും രാവിലെ. എന്നിട്ട് അയച്ചു വിട്ടേച്ച് പോകും. ആ പാറയൊക്കെ നടന്ന് തീറ്റയൊക്കെ തിന്ന് വൈകിട്ട് ഒരു 5 മണിയാകുമ്പോ ഞാൻ ആ പാറയുടെ മണ്ടേ വന്ന് നിന്ന് വിളിക്കും. ശ്രുതിന്ന് അമ്മ ആടിന്റെ തലയാടിന്റെ പേര്. ശ്രുതിന്ന് വിളിക്കും. ശ്രുതിന്ന് വിളിക്കുവേ. അപ്പൊ അവരെ അമ്മയും മക്കളും എല്ലാം കൂടെ കൂടി മേന്നും പറഞ്ഞ് കരഞ്ഞ് കയറി എന്റെ അടുത്ത് വരും. കയറ് കഴുത്തേൽ ഇങ്ങനെ ചുറ്റി കെട്ടി വെക്കും. അല്ല നിങ്ങക്ക് പേര് അറിയാൻ പറ്റുമോ? പിന്നെ ശ്രുതിന്ന് അവളെ എനിക്ക് പാറ ഇതുണ്ടോ, ആ പാറയുടെ മണ്ട കണ്ടോ? ആ മണ്ടയെ കൊണ്ട് വിട്ടിട്ട് ഞാൻ പോകും. അവരിവിടെ എല്ലാം ഇറങ്ങി നടന്ന് തിന്ന്. കുഞ്ഞിലും എനിക്ക് കിട്ടിയതാ. കുഞ്ഞില്ല? എത്ര എവിടെ കിട്ടിയതാ? അത് അമ്മ നേരത്തെ പണിതോണ്ടിരുന്ന എമ്മാർ എന്ന് പറഞ്ഞ വീട്ടിലെ ചേട്ടത്തിയിലൊക്കെ വീട്ടില് അവരാടിനെ മേടിച്ചപ്പോ 3 കുഞ്ഞുണ്ടായിരുന്നു. അന്നേരം ആ ചേട്ടത്തി എനിക്ക് അതിലൊരു കുഞ്ഞിനെ തന്നു. നീ വേണേ കൊണ്ടുപോകുമെന്നും പറഞ്ഞ് ഞാൻ കൊണ്ടുവന്ന് അതിന് കഞ്ഞോളമൊക്കെ കൊടുത്ത് വളർത്തിപ്പറക്കി എടുത്ത 12 പ്രസവം പ്രസവിച്ച് 13ാമത്തെ അതാണ് ശരിയായിരുന്ന സമയത്ത് അത് ചത്തുപോയി. അത്രയും പ്രായം വരെ. അന്നേരത്തേനൊക്കെ എന്നെ കെട്ടിച്ചു വിട്ടപ്പോ ഉണ്ടല്ലോ,
അമ്മണിയമ്മ എന്നോട് കൊണ്ടുപോകണം പറഞ്ഞു, ഞാൻ കൊണ്ടുപോയില്ല. അമ്മണിയമ്മയ്ക്ക് എന്നെ കൊടുത്തിട്ട് പോയി. പിന്നെ അത്രയൊക്കെ പ്രസവിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പ്രായമായി ചത്തുപോയത്. പ്രസവത്തിന് ചിലപ്പോ 2 ആയിരിക്കും, ചിലപ്പോ 3 ആയിരിക്കും കുഞ്ഞുങ്ങള്. ചായ കുടിക്കണോ? കറമ്പിയാണായിരുന്നു, കറമ്പി. കൊള്ളാലോ. പക്ഷെ അവസാനം ചത്തുപോയത് ശരിയായില്ല. ചത്തുപോയത് ശരിയായി പറഞ്ഞാൽ അത് അത്രയും പ്രായമായിടാ. പിന്നെ മനുഷ്യൻ പ്രായമായ ചത്തുപോകൂലേ? ശരിയാ. ഞങ്ങള് വണ്ടിക്കോട്ട് മുകളിലോട്ട് കയറി പോകുന്നുട്ടാ. അമ്മച്ചീടെ അമ്മയാണെങ്കിൽ ഞാൻ ഈസിയായിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. എവിടെയല്ല ദേവോടെ തൊഴിലുറപ്പിന് പോയിട്ട് പോട്ടെ. ഞങ്ങളെ മനസ്സിലായില്ല. നമുക്കൊരു ഫോണടിക്കാതെ അവിടേക്ക് മനസ്സിലായില്ലേ? ഞങ്ങള് മുകളിലോട്ട് പോയായിരുന്നല്ലോ. വണ്ടി എടുക്കട്ടെ. പൊതി എടുക്കുന്നത് എവിടുന്ന്? കിട്ടോ? ഞങ്ങള് അയ്യോ അതൊക്കെ ഞാൻ വണ്ടി ഇട്ടിട്ട് വരാം. അങ്ങോട്ട് കേട്ടാ ഞാൻ അങ്ങോട്ട് വണ്ടി കയറ്റില്ല. അവിടെ സ്പേസ് എടുക്കണ്ട. അങ്ങോട്ട് ഇടാം. അമ്മ നമ്മുടെ വണ്ടി വിട്ടിട്ടുണ്ട്. വേറെ വിഷയമൊന്നുമില്ല. ഓക്കെ, ഇതാണ് കേട്ടോ അമ്മച്ചിയുടെ അമ്മയുടെ വീട്. അമ്മച്ചിയുടെ വീട്, അമ്മയുടെ വീട്, അമ്മച്ചിയുടെ വീട്. അമ്മേ എന്നാ പൊതി മാങ്കോസ്റ്റ് അമ്മണിയമ്മ എന്നാ പിടിച്ചേ. ഓക്കെ കൊടുക്കൂ. അമ്മണിയമ്മയുടെ വിലയാണോ? അതിനാണോ? എവിടെ ആളുകൾ കൊണ്ടായാലോ? കാറിലൊക്കെ ഏരിയല്ലേ? കാറിൽ എന്തെങ്കിലും കയറാൻ സ്ഥലമുണ്ട്? അതെ, അത് പറയാം. അമ്മ വിറ്റ അയ്യോ ഇത് നമ്മുടെ കേട്ടോ. വേറെ എനിക്കിനെ കുറിച്ചൊന്നും കുറിച്ചില്ല. മാങ്കോസ്റ്റിൻ അകത്തോട്ട് കയറി വെക്കുമ്പോ അതൊക്കെ. ഇത് അമ്മയുടെ വീട്. ഇതെന്നാ ഇത്? എന്നാ കഴിക്ക. വേണ്ട, അത് പറയാനാണോ പഠിച്ചത്? അത് വേണ്ടാന്നോ? വേണ്ട. എല്ലാവരും അമ്മേന്ന് വിളിക്കണേ, നീ വേണ്ടെന്നാണോ പഠിച്ചത്? അല്ലല്ല, എനിക്ക് വയ്യ. ഇത് എന്നാ വെച്ച് ഉണ്ടാക്കുക? ഇത് എന്നാ പച്ചവെള്ളം കുടിക്കണോ? ചൂട് വേണേ? തണ്ണി ചാച്ചന്റെ അടുത്തോട്ട്. അമ്മ ഞങ്ങള് പോക്കട്ടെ? അമ്മ ഇറങ്ങണോ? എന്നാ ബാ, ഓടി ബാ, ഓടി ബാ, ചാടി ബാ. അയ്യോ, ഇതാണ് കേട്ടോ അമ്മച്ചിയുടെ വീട്. ഇതല്ലായിരുന്നല്ലോ? ഇവിടെ ഇതായിരുന്നോ? ഇവിടെ തന്നെ ആയിരുന്നോ? ആ, ഇത് പണിതാണല്ലോ അല്ലേ? ഓക്കെ, പോവാം. എല്ലാം തൊട്ടടുത്തടുത്താ താമസിക്കുന്നത്. പിന്നെ അമ്മച്ചിയുടെ അനിയത്തിയുടെ ഭർത്താവ് കഴിഞ്ഞ ദിവസം മരിച്ചു പോയി. ഞാൻ വന്നിട്ട് പോകുന്നായിരുന്നു. നമുക്കടപ്പാ ബീനാമോൾ റോഡോ? ഓട്ടക്കാരി ബീനാമോൾ റോഡാണ് കേട്ടോ ഇത്. അതെ, കൊമ്പിടിച്ചാല്. ഇത് കൊമ്പിടിഞ്ഞാലിന് വേണം. ഇതാണ് മറ്റേ കൊമ്പിടിഞ്ഞാലിന് പറഞ്ഞ സ്ഥലത്തേക്ക് പോണ വഴി. ഇതാണ് കേട്ടോ വഴി, ഈ വഴി. ഇപ്പൊ ഞാൻ വണ്ടി എടുക്കട്ടെ. നമ്മുടെ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്. വണ്ടി വിട്ടിട്ടായോ? അപ്പൊ ഞാൻ ഡൗട്ട് വെച്ചിട്ട് വണ്ടി വിട്ടിട്ട് കുഴപ്പമൊന്നുമില്ല. അല്ല, വണ്ടി വരുന്നതാണോ ഇങ്ങോട്ടേക്ക്? ആ, എന്നാ ഈ ഇത് അടച്ചിടാ, ഈ കണ്ണാടി. അല്ല, നമ്മള് പോയിട്ട് ഇപ്പൊ വരൂലോ. പോട്ടെ, പോവല്ലേ? ഇപ്പൊ ഞങ്ങള് നടന്നു പോട്ടെ. വണ്ടി ഞങ്ങൾ വിട്ടിട്ടു. വണ്ടി അങ്ങോട്ട് കൊണ്ടുപോയാൽ ശരിയാവില്ല. അതുകൊണ്ട് പോട്ടെ. പക്ഷെ അധികം നടക്കാണ്ട് തോന്നുന്നു ഇല്ലേ? അപ്പൊ നമുക്ക് നടന്നു പോവാം. എന്റെ അമ്മു
അയ്യോ ഇതൊരു കയറ്റമാണോ എന്റെ അമ്മച്ചിയെ അമ്പോ എന്റെ അമ്മീ നടന്ന് ഉപ്പാട് ആ വണ്ടി എടുത്തോണ്ട് വന്നാ പോരായിരുന്നോ നമുക്ക് സമ്മതിക്കില്ലല്ലേ അത് ഇച്ചിരി നടക്കാളു പൊടിക്ക് അത് ചെറിയൊരു കയറ്റം എന്തോ നമുക്ക് അവിടെ ചെല്ലാനേ അമ്മ പോണാ ഇതേ പോണ വഴി ഇതേ ഇങ്ങനെ കേട്ടോ ഇതൊരു കുറുക്ക് വഴിയാന്ന് തോന്നുന്നു എൻ്റെ അമ്മീ മൊത്തം ഏലക്കാടാട്ടോ ഇവിടെ മൊത്തം ഏലമല്ലേ മൊത്തം ഏലമാട്ടോ ഇവിടെ എൻ്റെ അമ്മീ ഇത് നടപ്പാതയാണ് കേട്ടോ ഇത് ഇതിൽ വണ്ടി ഒന്നുമല്ല അപ്പൊ ഇവിടുന്ന് താട്ടറും ഇത് എങ്ങോട്ട് വേണേ നീ എന്നാ പിന്നെ അതിന് വന്നാൽ പോരായിരുന്നോ അവിടെ ഇപ്പൊ പിന്നെ നമ്മളെ പറ്റിച്ചു അതിന് വന്നാൽ പോരായിരുന്നു അബേ ഇത് പെരതറ ഇത് വെക്കണോ അവിടെ എന്നാണ് ഇതിലാണോ വഴി ദേ ഇത് നോക്കിയേ ഇവിടെ ചാടി മരിച്ചോ ആര് അമ്മേ വല്യമ്മേൻ 2 കുഞ്ഞു ഇവിടെയോ ഇവിടെ അപ്പൊ താത്ത ഉണ്ടോ അവിടെയോ എന്റെ അമ്മേ ഇവിടെ ആരോ ചാടി മരിച്ചു ദൈവമ്മേ വീണാ ഇറങ്ങിയപ്പോ കൊച്ചു വെള്ളത്തിലോട്ട് പോയപ്പോ അമ്മ രക്ഷിക്കാൻ ഇറങ്ങി അതിന്റെ പുറകെ മൂത്ത കൊച്ചു കയറി അങ്ങനെ അതുങ്ങൾ 2 പെമ്പിളാരുണ്ടായിരുന്നു ഇവിടെ നിക്കണ്ട ഞങ്ങൾ നടക്കാനുള്ള പാതയിലൂടെ മാത്രമേ നടക്കാറുള്ളൂ ആണോ അയ്യോ നമുക്ക് അനുവദനീയമായ പാതയിലൂടെ മാത്രമേ നമ്മൾ നടക്കൂ അല്ലേ ഇതെന്നാ ശരിക്കും മീൻകുളമാണോ ഇതേ കാണേ നോക്കി പോമിച്ചി അത് അത് മീൻകുളം വേണ്ടോ ആ അത് അവിടെ ഒരു കൊക്കോ ഫാക്ടറി ഉണ്ട് കേട്ടോ അതിന്റെ ഇതാണ് അമ്മളി അവിടുന്ന് വഴി പറയാൻ വന്നാണ് വന്ന് അമ്മളി വീടിന്റെ അടുത്ത് വന്നു ഓക്കെ നമുക്ക് പോവാം ചെന്നിട്ട് കാണാം എന്റെ അമ്മ കോറി ഇത് ഇവിടെ കോറിയാണ് കേട്ടോ ഇത് ഇവിടെയാണ് ആ അമ്മച്ചിയും കൊച്ചുങ്ങളും മരിച്ചതെന്നാ പറഞ്ഞു എന്നാ ഒരവസ്ഥയല്ലേ എന്നാമേ ഓക്കെ അമ്മ ഇവിടെ നിന്ന് വഴി പറഞ്ഞ ഞങ്ങള് താഴെ ചെന്നാലും പോകണ്ടാവില്ല ഇതൊക്കെ നല്ല സ്ഥലമല്ലേ പക്ഷെ എന്റെ അമ്മ ഇത് ഞങ്ങളുടെ പോണേന്ന് പറമ്പിലേക്കോ നമ്മുടെ പറമ്പിലേക്കോ നമുക്കിവിടെ പറമ്പുണ്ട് കേട്ടോ അവിടെ പോണേ പക്ഷെ എന്റെ അമ്മ ഇത് കൊള്ളാലേ എന്റെ മുന്നിൽ ഇത് വലിയൊരു പാറയാണല്ലോ എന്തോ ഞാൻ ആദ്യമായിട്ടാ ഇവിടെ തന്നെ ഇതുവരെ എനിക്കറിയാൻ പറഞ്ഞ സ്ഥലം ഓ നല്ല രസമുണ്ടല്ലേ നോക്കി ഇറങ്ങി പോട്ടോ ഇങ്ങോട്ടേക്ക് വണ്ടി വരില്ല അല്ലേ അരേക്കറോ എന്നാ പോട്ടെ അമ്മയുടെ അങ്ങള ഏട്ടാ അതായത് ഇപ്പൊ കണ്ടതല്ലേ അമ്മച്ചിയുടെ അമ്മയുടെ അങ്ങള എന്നുണ്ട് സുഖം ഓക്കെ ഇത് മോളാണ് കേട്ടോ അവിടെ ഇവിടെ ക്യൂമേരി ഇവിടെ അടുത്ത് തന്നെയാണോ ആണോ സ്കൂളിന്റെ അടുത്ത് തന്നെ കേട്ടോ ഇതെങ്ങനെ വെച്ചാ മയിലുണ്ടോ മയിലില്ല ആണോ മയിലൊന്നുമില്ല അല്ലേ ഇല്ലില്ല പോവാം വാട്ടാപ്പൻ അമ്മക്ക് പോവാന്നാ എന്നാ ചാച്ചങ്ങൾ ഇറങ്ങിക്കോട്ടെ ഇവിടെ ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നു ചാച്ചന്റെ വീട് ഇവിടെ താഴെയായിരുന്നു ഇപ്പൊ ഇങ്ങോട്ട് കയറ്റി പണിതാ കൊള്ള അമ്മയോടെ ഇപ്പൊ ഉണ്ട് നമുക്കിനി വീട്ടിൽ പോകണം
ചെറിയൊരു വീഡിയോ കേട്ടോ, വലിയ ഇതൊന്നും ഇല്ല, ചെറിയൊരു വീഡിയോ നമ്മുടെ ഇവിടുത്തെ നാട്ടിൻ പ്രദേശമൊക്കെ ഒന്ന് കാണിച്ചു തന്ന അത്രേ ഉള്ളൂ. പാമേ ഞങ്ങള് നടന്നൊരു പരുവായി. എന്റെ അപ്പോ ഇനിയിപ്പോ നമുക്ക് മോളേന്റെ അടുത്ത് കൊണ്ടോ? എന്റെ സണ്ണിച്ചാച്ചൻ പാവാട്ടോ, അപ്പനില്ലാത്ത ഞങ്ങൾക്ക് അപ്പനാ. അമ്മ കരണില്ലേ? വാട്ട് ഹാപ്പൻഡ്? പാവം പറ്റിയല്ലോ, സുഖമില്ല, അറ്റാക്ക് കേട്ടിരിക്കോ പാവം. സാരമില്ല, അത് ശരിയാവും. സണ്ണിച്ചാച്ചന്റെ അസുഖമൊക്കെ മാറാൻ പ്രാർത്ഥിക്കുന്നേ. എന്തിനാ ഇങ്ങനെയൊക്കെ? പാവാന്നേ, സെന്റിമെന്റ്സ്. അപ്പൊ ഇത് അമ്മച്ചിയുടെ ഇതാരാമേ? അമ്മ എന്റെ സ്വന്തം അമ്മയുടെ നീ എവിടെ അവിടെ? അപ്പൊ ചാച്ചനല്ലേ കഴിഞ്ഞ ദിവസം മരിച്ചെന്ന് പറഞ്ഞു, മരിച്ചേട്ടാ. അപ്പൊ അന്ന് എനിക്ക് വരാൻ പറ്റിയില്ല, ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ല. ഞാൻ അമ്മച്ചി വന്നായിരുന്നു, ഞാൻ വന്നില്ല. മോളി ആൻറ്റി ജോമോളെന്തേ? നീ അങ്ങടെ ഒരുങ്ങാൻ പോയതാണോ? ഇത് നീല ടാർപ്പായി ഇവിടെ കിട്ടിയിട്ടുണ്ട്, അതാ മുഖത്തൊരു ഷെയ്ഡ്. ഞങ്ങൾ മാറിക്കോട്ടെ, പിന്നെ ഒരു ദിവസം ഇറങ്ങാം. നീ ഇറങ്ങ ഒരു ദിവസം അങ്ങോട്ടേക്ക്, ആന്റിയൊക്കെ ഇറങ്ങ. അമ്മേ എന്താ പറയാ, എന്നാ പോന്നാ. ഇതെന്റെ പേരെന്നടാ അവന്റെ? അവൻ വന്നപ്പോ തൊട്ട് ഒരു ഒച്ചപ്പാടും ബഹളമൊന്നും ഇല്ലാണ്ടിരിക്കാണ്. ഇനി അതിന്റെ വായി പോയി കടി മേടിക്കണ്ട പാപ്പ. എന്നാ പോട്ടെ ലിജോ. അതിനൊപ്പം നിക്കറിനൊപ്പം ഇന്ത്യ വിട്ടിട്ടുണ്ട്. പോ അമ്മച്ചി പാ. അതെ, നീ നിക്കറിനൊപ്പം. അവനെ മൂത്താ ഗുരു ഉണ്ടല്ലോ, ആ ഗുരു ഇതേക്കാൻ പോന്ന കണ്ടോ, ഞെക്കി പൊട്ടിച്ച് തരിപ്പ്. പാറ്റാ. ഞങ്ങളുടെ ഇന്നത്തെ ദിവസം ഏകദേശം വൈകുന്നേരം 2:30, ഉച്ചയ്ക്ക് 2:30 ആയിട്ടോ. അപ്പം ഇത്ര ഉണ്ടായുള്ളൂ പരിപാടി കാര്യങ്ങളൊക്കെ. അമ്മച്ചിയുടെ വീട് തന്നെ സന്തോഷമല്ലേ? എത്ര നാളായി പോയിട്ട്. എല്ലാരും പാവങ്ങളാട്ടോ, എല്ലാരും പാവങ്ങളാണ്. കുറെ പേരുണ്ട്, അമ്മയുടെ ബന്ധുക്കൾ കുറെ പേര് ഇവിടെ ഉണ്ട്. പക്ഷെ നമുക്ക് അവരൊന്നും എല്ലാവരും കാണാൻ പറ്റിയില്ല, കാരണം ഇന്ന് ഇപ്പൊ ഇട ദിവസമല്ലല്ലോ, വെള്ളിയാഴ്ച ഇപ്പൊ എല്ലാവരും തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയേക്കണം. അപ്പൊ നമുക്കിനി ഒരു ദിവസം വരാം, എല്ലാവരും വീട്ടിലോട്ടൊക്കെ വരാം. ഞാനിവിടെ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ അമ്മച്ചിയും ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് എടുക്കുന്നുണ്ട് അങ്ങനെ ആരും ചാച്ചമാരും വരുന്നുണ്ടായില്ല. അപ്പൊ ഇനിയിപ്പോ എല്ലാവരും നമുക്ക് വിളിച്ചു വരുത്താം, എല്ലാവരുമായിട്ട് നല്ല സന്തോഷമായിട്ട് പോകണം നമുക്ക്. അതല്ല പക്ഷേ എല്ലാവരും വിളിക്കുക, എല്ലായിടത്തും പോകുകയൊക്കെ ചെയ്യണം. ഈ കടയിൽ പോകുന്നോണ്ട് തിരക്കുള്ളതുകൊണ്ട് ഇനിയിപ്പോ നമുക്ക് സെറ്റ് ചെയ്യാനേതാ. പിന്നെ ഒറ്റയ്ക്കുള്ളതുകൊണ്ടാ പോവാത്തെ. അമ്മയമ്മ തന്നെ ഉള്ളൂ. അങ്ങ് അനീതിന്റെ അടുത്തല്ല എന്റെ അടുത്ത് വന്ന് വെക്കാൻ പറഞ്ഞ അമ്മയമ്മ അങ്ങനെ വെക്കില്ല. അമ്മയമ്മ തൊഴിലുറപ്പിനൊക്കെ പോയി. ആന്റിമാരും അമ്മാവന്മാരും ഒക്കെ ഉണ്ട് കൂടെ, തൊട്ടടുത്താണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ എന്താ പറയണേ, കൂടെ കൂടണം. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം, അല്ലാണ്ട് ഞാൻ ഒരിക്കലും ഒരാളെ ഞങ്ങളാരും നിർബന്ധിക്കത്തൊന്നുമില്ല. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.